നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്താന്ന് പഠിച്ചു? ഇൻഡ്യൂസ്ഡ് കറന്റ് എന്തായിരുന്നു പറയാൻ പറ്റുമോ? ഒരു കോയിലിട്ട് അസോസിയേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചേഞ്ച് വരുമ്പോൾ അവിടെ എന്ത് വരും? ഇൻഡ്യൂസ്ഡ് EMF വരും. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റ് വരും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന എഡ്ഡി കറന്റ്. എഡ്ഡി കറന്റ് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, സിലബസിൽ ഡെലീറ്റഡ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല, അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഒരു സിമ്പിൾ പെൻഡിലെ കൺസിഡർ ചെയ്യാം. സിമ്പിൾ പെൻഡിലെ നമ്മൾ ഓസിലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്തിയില്ലെങ്കിലും അത് എന്ത് ചെയ്യും? അത് നിൽക്കും അല്ലെ? നമ്മൾ ഓസിലേറ്റ് ചെയ്ത് വിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? തന്നെ നിൽക്കും. ഇപ്പൊ സിമ്പിൾ പെൻഡിലും അല്ല വേറെ എന്തും ആയിക്കോട്ടെ, ഒരു കല്ലിൽ നമ്മൾ ത്രെഡ് കെട്ടിയിട്ട് നമ്മളൊന്ന് ആട്ടി കൊടുത്താലും കുറച്ചു നേരം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? തന്നെ നിൽക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡാമ്പിങ്. കേട്ടിട്ടുണ്ട്? ഡാമ്പിങ് കേട്ടിട്ടുണ്ട്? DAMPING. +1 പഠിച്ചതാ ഡാമ്പിങ്. നിങ്ങൾക്ക് അതും ഡെലീറ്റഡായിരിക്കും. ഓക്കെ, ഡാമ്പിങ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു പെൻഡലത്തിന് പകരം ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒരു കണ്ടക്ടിങ് ബോഡിയാണ്. ഒരു കണ്ടക്ടിങ് ബോഡി ഇതിൽ തൂക്കിയിട്ടേക്കാണ്. അത് നമ്മൾ ഓസിലേറ്റ് ചെയ്യാണ് ബിറ്റ്വീൻ 2 പോൾ പീസ് ഓഫ് മാഗ്നറ്റ്. 2 മാഗ്നറ്റ് ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഇതിനെ ഓസിലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമ്പിങ് വരും. അതായത് നമ്മൾ സാധാരണ നമ്മൾ പെൻഡിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചു നേരം ഓസിലേറ്റ് ചെയ്തിട്ടായിരിക്കും അത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നിൽക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഒരു ബോഡി ഇവിടെ നോക്കിയ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പൊ ഈ ബോഡി നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ബോഡി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഫീൽഡിലേക്ക് കയറുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബോഡി ഇവിടെ നിന്ന് പോകുമ്പോൾ ഫീൽഡ് ലൈൻസിന്റെ നമ്പർ എങ്ങനെയും കുറയും. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് വരുന്നത് മനസ്സിലായോ? ഓക്കെ, നമ്മൾ ലൈൻസ് ഈ ഒരു ബോഡി, ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ബോഡി ഈ ഫീൽഡിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ഫീൽഡിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതായത് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഈ ബോഡി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഫ്ലക്സ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ അവിടെ എന്താ വരുന്നത്? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരുന്നുണ്ട്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF വരും. ആ ഇൻഡ്യൂസ്ഡ് EMF അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ ഒരു കണ്ടക്ടിങ് സ്ലാബ് ഈ ഒരു ഫീൽഡിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് E is equal to ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ എന്ത് വരും എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF വരും. ഇൻഡ്യൂസ്ഡ് EMF E is equal to minus d∅/dt. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. E equal to minus d∅/dt. ഇനി മൈനസ് എന്താ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF ഇതിന്റെ നേരെ ഉള്ളിലേക്ക് കയറ്റും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് പോകും. പക്ഷെ ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്താ ചെയ്യാ? നേരെ ഓപ്പോസിറ്റ് ആക്കി ഇതിനെ ഉള്ളിലേക്ക് വലിക്കും. ഓക്കെ, ഇത് ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇതിനെ നേരെ എന്താ ചെയ്യുക? ഇൻഡ്യൂസ്ഡ് EMF നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതെങ്ങനെയാ അപ്പൊ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർത്ത് പോളാണ്. ഈ ഒരു ബോഡി എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഇത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് ഒരു കണ്ടക്ടിങ് സ്ലാബ് എന്നാ ഞാൻ പറഞ്ഞത്. ഒരു കണ്ടക്ടിങ് ബോഡി എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞ ഇല്ല. പക്ഷെ ഇവിടെ കണ്ടക്ടിങ് ബോഡി എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മാഗ്നറ്റ്. ഒരു കണ്ടക്ടറിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് M equal to IA. ഒരു കണ്ടക്ടറിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് മാറും. അപ്പൊ ഇതൊരു സൗത്ത് പോൾ ആയിട്ട് അവിടെ ആക്ട് ചെയ്യണേ. അപ്പൊ ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഇത് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്താൽ മാത്രമല്ല ഇതിന് തിരിച്ച് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? ഈ ബോഡി ഓസിലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ മൈനസ് എങ്ങനെയാ വന്നാ പറയുന്നത്? ഈ ബോഡി ഓസിലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അതിനെ നേരെ ഉള്ളിലേക്ക് തിരിച്ചു വലിക്കും. ഓക്കെ, ഇത് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ നേരെ തിരിച്ചു വിടും. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ ഈ പുറത്തേക്ക് പോയത് ഇത് തിരിച്ചുള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് പോളായിട്ട് ആക്ട് ചെയ്യണം? സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്താൽ മാത്രമല്ല ഇത് നോർത്ത് പോൾ അട്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നുള്ളൂ. അത്രയും നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഇത് പുറത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ ഇത് ഉള്ളിലേക്ക് വലിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കുറയുന്നത്? പെട്ടെന്ന് തന്നെ ഓസിലേഷൻ നിന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് കറന്റ് തന്നെയാണ് ആക്ച്വലി ഇവിടെ ഡെവലപ്പ് ചെയ്യണത്? ഇൻഡ്യൂസ്ഡ് കറന്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്? എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടിങ് ആയിട്ടുള്ള ബോഡിയിലുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കണ്ടക്ടിങ് ആണ്. കണ്ടക്ടിങ് എന്ന് വെച്ചാൽ അത് കറന്റ് കണ്ടക്ട് ചെയ്യും. ആ ഒരു കണ്ടക്ടിങ് ബോഡിയിലുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോ ചെയ്യുന്ന ഒരു കോൺസെൻട്രിക് സർക്കിളിന്റെ ഫോമിലാണ് അത് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എന്ന് പറയാ? എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
എഡി കറന്റ് കോൺസെൻട്രിക് ഫോമിലായിരിക്കും. കോൺസെൻട്രിക് ഈ എഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുഴിന്ന് കേട്ടിട്ടുണ്ടോ? വെള്ളത്തിലൊക്കെ ചുഴി വരില്ലേ? ചുഴി എന്ന് തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നു. വെള്ളത്തിലൊക്കെ വാട്ടർ കറൻസ് കൂടിക്കഴിയുമ്പോൾ ഒരു ചുഴി പോലെ വരില്ലേ? അതിനാണ് നമ്മൾ എഡി കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു ഫോമിലായിരിക്കും ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ. ഓക്കെ, ഇതാണ് എഡി കറന്റ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം, E = -d∅/dt. ഇനി കറന്റിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I = R ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എഴുതി എഡി കറന്റ് ഡെഫിനിഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഡി കറന്റ് എന്ന് മനസ്സിലാക്കുക. ഡാമ്പിങ് എന്തായിരിക്കും? പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് അധികം ടൈം ഇല്ല. ഓസിലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് എന്ത് ചെയ്യും? നിൽക്കും. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടി കഴിയുമ്പോൾ ഫയർ വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? ഈ എഡി കറന്റ്സിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ബോഡിനെ നമ്മൾ സ്ലോട്ട് ആയിട്ട് അറേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്ലോട്ട് പീസസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എഴുതിക്കോ. എഡി കറന്റ് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം എഴുതിക്കോ. It is the induced current. It is the induced current in the conducting body. It is the induced current in the conducting body due to change in magnetic flux. It is the induced current in the conducting body due to change in magnetic flux. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇൻഡ്യൂസ്ഡ് കറന്റ് ഓർ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് അല്ലെങ്കിൽ കറന്റ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഡെവലപ്പ് ചെയ്യും. അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ ഈ ഒരു കേസിലും ഡെവലപ്പ് ചെയ്യുന്ന കറന്റ് എന്ത് തന്നെയാണ്? ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ എഡി എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ഈ ഒരു കണ്ടക്ടിങ് ബോഡിയിലുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രിക് സർക്കിളിന്റെ ഫോമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയാ? എഡി കറന്റ് എന്ന് പറയാം. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയാ? ഇനി അടുത്തത് സെൽഫ് ഇൻഡക്ടൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് അല്ലേ? അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ജസ്റ്റ് എന്തായാലും വായിച്ചു വിട്ടോ. ഇൻട്രൻസ് ഒക്കെ എഴുതുമ്പോൾ സെൽഫ് ഇൻഡക്ടൻസ്. സെൽഫ് ഇൻഡക്ടൻസ്. ജസ്റ്റ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫിഗർ മനസ്സിൽ വന്നോട്ടാ. ഒരു കോയില്, ഒരു സെല്ലുണ്ട്, ഒരു കീ ഉണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് ഈ ഫിഗർ മനസ്സിലുണ്ടാവണേ. ഓക്കെ, ഇനി നോക്കിക്കേ. ഇപ്പൊ ഈ കീ എന്താണ്? അതായത് സ്വിച്ച് ഇപ്പൊ ഓൺ ആണ്. കീ ഇപ്പൊ ഓൺ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സ്വിച്ച് ഓൺ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓപ്പൺ ആകുമ്പോ കറന്റ് ഫ്ലോ ചെയ്യോ? ഇല്ല. ഓക്കെ, കീയും സ്വിച്ചും തമ്മിൽ എനിക്ക് നന്നായിട്ട് മാറും. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൂടി കറന്റ് ഫ്ലോ ചെയ്യോ? കറന്റ് ഫ്ലോ ചെയ്യില്ല അല്ലെ? ഒരു സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ അതിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യില്ല. ഇനി കറന്റ് ഫ്ലോ ചെയ്യുന്നില്ല. ഇനി ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് സ്വിച്ച് ഓപ്പൺ ആയിരുന്നു. സ്വിച്ച് ഓപ്പൺ ആയിരുന്നപ്പോ കറന്റിന്റെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? 0 ആയിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സ്വിച്ച് അങ്ങ് ക്ലോസ് ആക്കി. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോ കറന്റിന്റെ വാല്യൂ പെട്ടെന്ന് എങ്ങോട്ട് മാറി? 0-യിൽ ഇരുന്ന കറന്റിന്റെ വാല്യൂ 0-യിൽ നിന്ന് എങ്ങോട്ട് മാറി? മാക്സിമം റേഞ്ചിലേക്ക് പോയി. സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. അപ്പൊ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ 0 to മാക്സിമം ആയിട്ട് പോയി. ഓക്കെ, 0 to മാക്സിമം. ഇനി ഇങ്ങനെ തന്നെ കുറച്ചു നേരം വെച്ചേക്കുവാണ്. കോൺസ്റ്റന്റ് ആയിട്ടാണ് കറന്റ് പോകുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ അവിടെ കോൺസ്റ്റന്റ് വാല്യൂ കറന്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത്, ഇപ്പൊ ഞാൻ സ്വിച്ച് പിന്നെ ഓപ്പൺ ആക്കി. സ്വിച്ച് പിന്നെ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും വാല്യൂ എങ്ങനെ പോകും? I = മാക്സിമത്തിൽ നിന്ന് എങ്ങോട്ട് പോകും? പെട്ടെന്ന്
സീറോയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ കറന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, കറന്റ് കൂടുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, കറന്റ് കൂടുതലാണെങ്കിൽ ഫീൽഡ് ലൈൻസും എങ്ങനെ തന്നെ ആയിരിക്കും, ഫ്ലക്സ് ലൈൻസ് എങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കറന്റ് കൂടി വരുമ്പോൾ, അതായത് ആ ബോഡി നമ്മൾ കോയിൽ വരച്ച് കാണിച്ചു തന്നില്ലേ, അപ്പൊ ഒരു ഫ്ലക്സ് ലൈൻസ് കറന്റ് കൂടുതലാണെങ്കിൽ, അതായത് ഫ്ലക്സ് ലൈൻസ് അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതലാണെങ്കിൽ കറന്റും കൂടുതലായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കുറവാണെങ്കിൽ കറന്റും കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഐയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു 0 to മാക്സിമം. അപ്പൊ I 0 to മാക്സിമം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് തന്നെയാ പറയുന്നത്, ഫ്ലക്സിന്റെ വാല്യൂ എന്തായി, I കൂടുമ്പോ കറന്റ് കൂടുതലാണെങ്കിൽ അതൊന്ന് ഓർത്ത് വെക്കണേ, കറന്റ് കൂടുതലാണെങ്കിൽ ഫ്ലക്സും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 0 to മാക്സിമം എന്ന് പറയുമ്പോൾ ഫൈയുടെ വാല്യൂ അതുപോലെ തന്നെ എന്താവും, 0യിൽ നിന്ന് മാക്സിമത്തിലേക്ക് പോയി. അപ്പൊ 5 എന്ത് ചെയ്തു, 0 to മാക്സിമം പോയി. ഓക്കെ, പിന്നെ ഞാൻ സ്വിച്ച് അപ്പൊ ക്ലോസ്ഡ് ആയപ്പോഴാണ് 0 to മാക്സിമം പോയത്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ മാക്സിമത്തിൽ നിന്ന് പെട്ടെന്ന് കുറഞ്ഞ് 0 ആയി. അപ്പൊ അതുപോലെ തന്നെ ഫ്ലക്സിന്റെ വാല്യൂ എന്തായപ്പോ മാക്സിമത്തിൽ നിന്ന് നേരെ എന്തായി പോയി, 0യിലേക്ക് പോയി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ അപ്പൊ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് വന്നില്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ സ്വിച്ച് ക്ലോസ് ആയിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് 0, ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഓപ്പൺ ആക്കി വെച്ചേക്കണായിരുന്നു, അപ്പൊ കറന്റിന്റെ വാല്യൂ എന്തായിരുന്നു, 0 ആയിരുന്നു. പെട്ടെന്ന് ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 0യിൽ നിന്ന് പെട്ടെന്ന് എങ്ങോട്ട് പോയി, മാക്സിമത്തിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഫ്ലക്സിന് ചേഞ്ച് വന്നില്ലേ, ഫ്ലക്സിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, അടുത്തത് ഞാൻ പറഞ്ഞു ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF വരും. ഇൻഡ്യൂസ്ഡ് EMF വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, കറന്റ് വരും. ഓക്കെ, അതാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ പറയുന്നത്. എഴുതിക്കോ, the phenomenon of production of induced EMF in a coil, production of induced EMF in a coil, production of induced EMF in a coil due to change in current in the coil by itself is called self induction. ആ ഒരു കോയിലിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. The phenomenon of production of induced current in the coil due to change in current in the coil by itself is called self induction. ഓക്കെ, അപ്പൊ ഈ ഒരു കോയിലിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ സെൽഫ് ഇൻഡക്ടൻസ് പറയുമ്പോൾ ഈ ഒരു ഫിഗർ ഓർക്കുക. ഫസ്റ്റ് സ്വിച്ച് ഓപ്പൺ ആയിരുന്നപ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, ഐയുടെ വാല്യൂ എന്താണ്, 0. അത് ഐയും 5ഉം ഒരുപോലെ തന്നെയായിരിക്കും. I is directly proportional to 5. ഓക്കെ, അപ്പൊ സ്വിച്ച് ഓപ്പൺ ആയിരുന്നപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ 0, 5യുടെ വാല്യൂ 0. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ പെട്ടെന്ന് 0 to മാക്സിമം ആയി, അതുപോലെ തന്നെ 5യുടെ വാല്യൂ എന്തായി, 0 to മാക്സിമം ആയി. ഇനി അതുപോലെ തന്നെ സ്വിച്ച് പിന്നെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ മാക്സിമം ടു 0 പോയി, 5യുടെ വാല്യൂ എന്തായി, മാക്സിമം ടു 0 പോയി. ഓക്കെ, അതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ I is directly proportional to current, I is directly proportional to 5. അപ്പോൾ കറന്റ് കൂടുമ്പോൾ എന്തും കൂടും, ഫ്ലക്സും കൂടും. കറന്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഫ്ലക്സും കുറയും. ഓക്കെ, ഇനി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ഞാൻ I equal to L5 എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഈ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ്, ഈ കോൺസ്റ്റന്റ് L എന്ന് നമ്മൾ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, L equal to 5/I. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. equal to Li. ഈ ഫിഗർ വരച്ചിട്ട് എഴുതാം. ഫിഗർ ജസ്റ്റ്
സെൽഫ് ഇൻഡക്ടൻസ് എന്താണെന്ന് എഴുതിയില്ല, സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് എഴുതിയായിരുന്നില്ലേ? ഈ ഫിഗർ വരച്ചിട്ട് I proportional to 5, proportionality constant മാറ്റി L കൊടുത്ത് 5 equal to Li. 5 equal to Li. If I equal to 1 ampere ആണെങ്കിൽ 5 equal to എന്തെന്ന് പറയാം? L. If I equal to 1 ampere, 5 equal to L. അത്ര എഴുതിയാ 5 equal to L എന്ന് എഴുതിയാ. ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തോട്ടാ. 5 equal to Li. വരച്ചു കഴിഞ്ഞാലോ? ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. E equal to minus d∅/dt. E equal to minus d/dt of Li. ഫൈയുടെ വാല്യൂ എന്താ? Li. ഓക്കെ, L കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് മൈനസ് L di/dt. If di/dt equal to 1 ampere per second, E equal to minus L. മനസ്സിലാക്കി എഴുതണേ. ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 5 equal to Li. ഇനി ഇൻഡ്യൂസ്ഡ് EMF-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് E equal to minus d∅/dt. 5ക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. L കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് ആക്കി, ബാക്കിയുള്ളത് di/dt. പിന്നെ താഴെ ഒരു സെന്റൻസ് എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ induced EMF is numerically equal to L. Induced EMF is numerically equal to L if the rate of change of induced EMF is numerically equal to L if the rate of flow of current is unity. The rate of flow of current is unity. ഗൗരി എഴുതുന്നുണ്ടോ? നിന്റെ മുഖം കാണാൻ പറ്റില്ലല്ലോ. കണ്ട് എഴുതിക്കോ. എഴുതിയാ? ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിൽ കൂടി നമ്മൾ കഴിഞ്ഞ മൂവിംഗ് ചാർജിൽ പഠിച്ച ഒരു സോളിനോയിഡിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്ത് പോകണമെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുമെന്നാ പറഞ്ഞത്? ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. B is equal to mu 0 Ni. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. B equal to mu 0 Ni. ഇനി ഇവിടെ നമ്മൾ പഠിച്ചത് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് phi equal to Li. അതുപോലെ തന്നെ നമ്മൾ ഫ്ലക്സിന് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. phi equal to B dot A or BA cos theta. തീറ്റയുടെ വാല്യൂ മാക്സിമം ആവുമ്പോൾ BA. ഓക്കെ, for n number of turns നമുക്ക് എങ്ങനെ എഴുതാം? phi equal to NBA. ഓക്കെ, ഇനി ഫൈയുടെ രണ്ട് വാല്യൂ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. phi equal to Li equal to NBA. ബിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. Li equal to N mu 0 Ni A. ഇനി ഈ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ n എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. Li equal to capital N mu 0 എന്തിനു പകരം
നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഐ എ. ഐ എ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് L ഈക്വൽ ടു μ0 h സ്ക്വയർ A by L. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഗൗരി എഴുതി കഴിഞ്ഞായിരുന്ന ഓക്കെ. ഇത് ആ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ലൈനിങ് വരച്ചിട്ടുണ്ട്. പറഞ്ഞു പറയാം, ആദ്യം പറയാം. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ഇവിടെ 2 കോയിൽ വേണം. ഒരു പ്രൈമറി കോയിലും ഉണ്ട്, ഒരു സെക്കൻഡറി കോയിലും ഉണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ കറന്റ് എന്തായിരിക്കും? നിങ്ങൾ പറ. സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോൾ കറന്റ് 0 ആയിരിക്കും. സ്വിച്ച് ക്ലോസ് ആയി കഴിയുമ്പോൾ കറന്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? 0 മാക്സിമത്തിലേക്ക് പോകും. ഇനി വീണ്ടും ഓൺ ചെയ്ത് കഴിയുമ്പോൾ, വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും? മാക്സിമത്തിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ തന്നെയാണ് കാണിക്കുന്നത്? കറന്റിനെ തന്നെയാണ് കാണിക്കുന്നത്. ആ കറന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇൻഡ്യൂസ്ഡ് കറന്റും ഇൻഡ്യൂസ്ഡ് ഇ എം എഫും കറന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ഒരു കോയിലിൽ എന്ത് കൊടുത്തിരിക്കുന്നത്? ഒരു ഗാൽവനോമീറ്റർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു കോയിൽ കൺസിഡർ ചെയ്യാം. നേരത്തെ കൺസിഡർ ചെയ്ത് നേരത്തെ വരച്ച ആ കോയിലില്ലേ, അത് തന്നെ വെച്ചേക്കുന്നത്. അതിനെ ഞാൻ പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഓപ്പൺ ആയിരുന്നപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0യിൽ നിന്ന് പെട്ടെന്ന് എന്തായിട്ട് മാറി? മാക്സിമം ആയിട്ട് മാറി. അപ്പൊ മാക്സിമം ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നു. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. അതിന്റെ ആ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ ആ ഒരു ഫ്ലക്സിൽ കൊണ്ടുവന്ന് ഞാൻ അടുത്ത ഒരു കോയിൽ വെച്ച്, ഒരു സെക്കൻഡറി കോയിൽ വെച്ച്, ഈ സെക്കൻഡറി കോയിലാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫും കറന്റും ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 0 to മാക്സിമം എന്ന് പറയുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡില്, ഗാൽവനോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? കറന്റ് ഡിറ്റക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടത്തെ 0 to മാക്സിമം, സ്വിച്ച് ക്ലോസ് ആയി കഴിയുമ്പോൾ 0 to മാക്സിമം ആകുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എങ്ങോട്ടും ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ച് മാക്സിമം ടു 0 ആകുമ്പോഴത്തേക്കും ഗാൽവനോമീറ്ററിന്റെ നീഡിൽ നേരെ തിരിച്ച് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു 2 കോയിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് പ്രൈമറി കോയിലിന്റെ ഒരു എഫക്റ്റിൽ സെക്കൻഡറി കോയിലിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇപ്പൊ സെൽഫ് ഇൻഡക്ഷന് നമ്മൾ ഒരു കോയിൽ മാത്രമേ കൺസിഡർ ചെയ്തുള്ള ഒറ്റ സർക്യൂട്ടേ ഉള്ളൂ. പക്ഷേ മ്യൂച്വൽ ഇൻഡക്ഷൻ വന്നപ്പോൾ നമുക്ക് 2 കോയിൽ വന്നു. ഒരു പ്രൈമറി കോയിലും വന്നു, സെക്കൻഡറി കോയിലും വന്നു. ജസ്റ്റ് ലോജിക്ക് ചിന്തിച്ചാൽ മാത്രം മതി. കറന്റിന്റെ വാല്യൂ 0 to മാക്സിമം, ദാറ്റ് മീൻസ് ഫ്ലക്സിന്റെ വാല്യൂ 0 to മാക്സിമം. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും, കറന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എഴുതിക്കോ. This is the phenomenon of production of induced EMF or current. This is the phenomenon of production of induced EMF or current. Induced EMF or current in the secondary coil. In the secondary coil. Secondary coil due to change in flux in the primary coil. Due to change in flux in the primary coil is called mutual induction. Is called mutual induction. Okay. നേരത്തെ പറഞ്ഞോളൂ, നേരത്തെ നമ്മൾ സെൽഫ് ഇൻഡക്ഷനിൽ പൈ ഈക്വൽ ടു എൽ ഐ എന്നാണ് പഠിച്ചത്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ എൽ ഐ. ഇനി നമ്മൾ ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെക്കൻഡറി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഇൻ ദ പ്രൈമറി. കാരണം പ്രൈമറിയിലാണ് കറന്റ് ഡെവലപ്ഡ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെക്കൻഡറി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഇൻ ദ പ്രൈമറി. എം ഐ പൈ ഈക്വൽ ടു എം ഐ എന്ന് എഴുതിയാൽ മതി. എമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ I equal to 1 ampere, phi equal to m. അതുപോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. E equal to minus d phi by dt. E equal to minus d by dt of mi. E equal to minus m into di by dt. If di by dt equal to 1 ampere per second, E equal to minus m. മറ്റേതിൽ എഴുതിയ പോലെ തന്നെ സെയിം സെന്റൻസ് എഴുതിക്കോട്ടാ.
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് കോയിലിൽ സെല്ലിൽ തന്നെ ഇത് നമ്മൾ കറക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇത് ഫ്ലക്സ് ചേഞ്ചിൽ കൊണ്ട് ഇപ്പോഴത്തെ വെക്കുമ്പോഴത്തേക്കാണ് ഈ ഫ്ലക്സ് ചേഞ്ചിൽ കൊണ്ട് നമ്മൾ അടുത്ത കോയിൽ ഫിക്സ് ചെയ്യും. അപ്പൊ അതിനെന്ത് ചെയ്യും, ഇവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് വന്നത് കൊണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് വേണ്ടി ഗാലനോമീറ്ററിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഡിറ്റക്ട് ചെയ്യുക അത്ര ഉള്ളൂ. പക്ഷെ കറന്റ് ഉള്ളത് എവിടെയാണ് പറയുന്നത്. Induced EMF is numerically equal to induced EMF is numerically equal to M of flow of current in the primary is unity. M in the rate of എപ്പോഴാണ് അങ്ങനെ ആവുന്നത്? Rate of flow of current in primary is unity. എന്താണ് ഏതാണ് മനസ്സിലാവുന്നത്? പറഞ്ഞതാണ് മനസ്സിലാവുന്നത്. ഇത് ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു എപ്പോഴായത് നമ്മൾ ഏത് വാല്യൂ കൊടുത്തപ്പോൾ VI/dt റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ് യൂണിറ്റി ആവുമ്പോഴാണ് E ഈക്വൽ ടു സിലബസിലില്ല. പിന്നെ ടോക്കറ്റ്സിന്റെ അടുത്ത് നമുക്ക് എടുക്കാം. സിലബസിലില്ല പോർഷൻ ഇല്ല. അല്ല, നിങ്ങൾ സിലബസിലില്ലാത്ത അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചു നോക്ക്, സിലബസിൽ കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോഴത്തെ സിലബസാണ് ഞാൻ എടുത്ത് നോക്കിയത്. അച്ഛൻ്റെ കയ്യിലുള്ളതല്ല, ഞാൻ വേറെ എടുത്ത് നോക്കിയത് ഈ വർഷം തന്നെ ഇല്ല. അച്ഛൻ്റെ ഞാൻ എടുത്ത് നോക്കിയതാണ്. ഡി കറന്റ് ഇല്ല, പിന്നെ AC ജനറേറ്റർ ഇല്ല, പിന്നെ ട്രാൻസ്ഫോമർ എടുത്തെന്ന് പറയുന്ന ആരും കിട്ടില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്തെന്ന് പറയുന്നത് സിലബസിൽ ഇതൊന്നും ഇല്ല. പറഞ്ഞ കാരണമില്ല നീ ഇങ്ങോട്ടോ നീ അങ്ങനെ ഓക്കെ, ഇനി മറ്റേതിൽ ചെയ്ത പോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. ഇതിൽ നമ്മളൊരു സോളിനോയിഡിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്ത് നോക്കി ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും?
ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. P is equal to mu 0 Ni. ഇതൊരു ഫസ്റ്റ് പ്രൈമറി കോയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. Bp equal to mu 0 Np Ip. ഇനി നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇതിലാണ് നമ്മൾ കൊണ്ടുവന്ന് സെക്കൻഡറി കോയിൽ വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് ഫ്ലക്സ് ചേഞ്ചിന്റെ സെക്കൻഡറി ഈക്വൽ ടു Mi T. Phi equal to ഓക്കെ. സാധാരണ ചെയ്യുന്നതുപോലെ ജസ്റ്റ് ആ ഇക്വേഷൻ രണ്ടോന്ന് ഇക്വേറ്റ് ചെയ്യാം. MIP equal to minus BP യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. MIP equal to minus mu 0 n ന് പകരം സ്മോൾ ലെറ്റർ n ന് പകരം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് NP by L into A. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസ്. ന്യൂമറിക്കലി ചോദിക്കണത് തന്നെ എവിടെ വരെ ചോദിക്കും? സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും ചോദിക്കുള്ളൂ. അതിന് എത്ര ചോദിക്കാം? അതിന് അത്രക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ല. അതുപോലെ മൂവിങ് ചാർജ് ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എന്റെ അഭിപ്രായത്തിൽ മൂവിങ് ചാർജ്, EMI, മാഗ്നറ്റിസം, പിന്നെ അടുത്ത ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇതൊക്കെ നല്ല ചാപ്റ്ററാണ്. ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയാൽ മതി. ചാപ്റ്റർ ശരിക്കും പറഞ്ഞു. നമുക്ക് AC ജനറേറ്ററോട് നോക്കാം. ഡെലീറ്റഡ് അല്ല, പക്ഷെ നിങ്ങൾക്ക് എടുത്തോ? എടുത്തില്ല. ആ സിലബസിൽ ഇല്ല, പക്ഷെ നമുക്ക് എടുക്കാം. ജസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ലല്ല. പിന്നെ മാഗ്നറ്റിസം എന്തോരം ഉണ്ടായി ഒരു പേജാ. AC ജനറേറ്റർ എങ്ങനെയാണോ നോട്ട്സ് ഒക്കെ എഴുതി എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കഥ പറയാനാണ് എന്തോ ഉദ്ദേശിക്കുന്നത്. എഴുതിക്കോളാം. നിങ്ങൾക്ക് ഈ എക്സാമിന് എന്നിട്ട് AC ജനറേറ്റർ ഉണ്ടാ? അതിൽ എക്സാമിന് AC ജനറേറ്റർ ഉണ്ടാ? എക്സാമിനുണ്ട്. നിങ്ങൾ എന്നാലും ഫൈനൽ എക്സാമിന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചു നോക്ക്. അല്ലാതെ നമ്മളിതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. പോർഷൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല.
ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞാൽ മതി. ഓക്കെ, AC ജനറേറ്റർ ഇതോടെ തന്നെ കഴിഞ്ഞ ചാപ്റ്റർ. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? AC എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് AC കറന്റ് ജനറേറ്റർ ആണ് പഠിക്കുന്നത്. അടുത്ത ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് അറിയോ? ഓൾട്ടർനേറ്റിംഗ് കറന്റ്. അടുത്ത ചാപ്റ്ററിലാണ് നമ്മൾ AC ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റ് ചെയ്യുക അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. ജനറേറ്റ് ചെയ്യുക എങ്ങനെയാണ്? സാധാരണ ഇപ്പൊ കറന്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന എങ്ങനെയാണ് കറന്റ് ജനറേറ്റ് ചെയ്യുന്നത്? അല്ലാതെ ഇപ്പൊ നമുക്ക് ലാർജ് സ്കെയിൽ കറന്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക? സാധാരണ ടർബൈൻസ് അതൊക്കെ അറിയൂ. ഓക്കെ, പവർ സ്റ്റേഷൻസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ ഒക്കെ എന്താ ചെയ്യാ? ടർബൈൻസ് കറക്കിയാണ് എന്തുണ്ടാക്കുന്നത്? കറന്റ് ഉണ്ടാക്കുന്നത്. മെക്കാനിക്കലി ടർബൈൻസ് കറക്കിയിട്ട് അത് എന്ത് ചെയ്യും? മെക്കാനിക്കൽ എനർജി എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് എന്താ വാട്ടറിൽ നിന്ന് കറന്റ് ജനറേറ്റ് ചെയ്യാറില്ലേ? അപ്പൊ വാട്ടർ ഫോഴ്സിൽ വിട്ട് ആ ടർബൈൻസ് ജനറേറ്റ് ചെയ്ത് കറക്കിയാണ് എന്തുണ്ടാക്കുന്നത്? അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ നമ്മളിപ്പോ കോക്ക്, തെർമൽ പവർ സ്റ്റേഷൻസ്, ഹൈഡ്രോ ഇലക്ട്രിക് ഇതൊന്നും അറിയണ്ട, ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. സാധാരണ ഇപ്പൊ നമ്മുടെ സാധാരണ ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏതിന്റെ ബേസിൽ തന്നെയാണ്? ഇതിന്റെ ബേസിൽ തന്നെയാണ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റർ, AC എന്ന് പറഞ്ഞാൽ കിട്ടിയല്ല, ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ, ഇനി ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഈ AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിളിലാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കഥ ഫുള്ള് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മാർക്ക് വേണമെങ്കിൽ കണ്ടന്റ് വേണം, ഫിഗർ വരക്കണം, എന്തൊക്കെയാ വേണ്ടെന്ന് എഴുതാം, പ്രിൻസിപ്പിൾ എഴുതണം. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇത് എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കോയിലിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫ്ലക്സ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ എന്താണെന്നാ പറഞ്ഞത്? അത് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫ്ലക്സിന് ചേഞ്ച് ഉള്ളപ്പോൾ എന്ത് വരും? ഇൻഡ്യൂസ്ഡ് EMF വരും, ഇൻഡ്യൂസ്ഡ് കറന്റ് വരും. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, AC ജനറേറ്ററിൽ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പാർട്സ് എഴുതാം. 4 പാർട്സ് ആണ് മെയിൻ ആയിട്ട് ഇതിനുള്ളത്. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ കോയിൽ, സ്ലിപ്പ് റിംഗ്സ്, ബ്രഷ്. ഓക്കെ, അപ്പൊ ജനറേറ്ററിന്റെ പടം വരക്കാൻ പഠിക്കണം. ഇത് എന്ത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. 4 പാർട്സ് ആണ് ഇതിനുള്ളത്. ഫീൽഡ് മാഗ്നറ്റ് ആണ് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. ഈ മാഗ്നറ്റ് ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താ? ഈ ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് യൂണിഫോം ആയിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് മാഗ്നറ്റ്സ് ഏകദേശം ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഫീൽഡ് മാഗ്നറ്റ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ആർമേച്ചർ. ആർമേച്ചർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു കോയിലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കണ്ട കോയിൽ ആർമേച്ചർ ഓർ സോഫ്റ്റ് അയൺ കോർ. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ABCD എന്ന് പറഞ്ഞാൽ വരച്ചു വെച്ചിരിക്കുന്ന കണ്ട, ഇതാണ് ഒരു സോഫ്റ്റ് അയൺ കോർ. ഏകദേശം പറഞ്ഞ ഒരു പേപ്പറിന്റെ ഷേപ്പിലേക്ക് ഇരിക്കുമെന്നാണെങ്കിൽ പറയാം. ഷേപ്പിലിരിക്കും. ഇത് ഒരു കോയിലാണ്. ഇതിന്റെ ഈ ഒരു ഫുള്ള് ഇവിടെ കോയില് കണക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. കണ്ട, ഷേപ്പ് പറഞ്ഞപ്പോ ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഫുള്ള് എന്താണ്? കോയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർമേച്ചർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയും. ഇനി ഇതെന്തിനാണ് ഈ ഇതിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2 മാഗ്നറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാഗ്നറ്റ്
മാഗ്നറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവും? ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാഗ്നറ്റൈസ്ഡ് ആകും. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ മാഗ്നറ്റൈസ്ഡ് ആകും. ആ മാഗ്നറ്റൈസ്ഡ് ആയി കഴിയുമ്പോൾ ആ മെറ്റീരിയലിന് എന്ത് കൂടുതലായിരിക്കും? ഫ്ലക്സ് കൂടുതലായിരിക്കും. അപ്പൊ ഫ്ലക്സ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ഇവിടെ ഈ കൊണ്ടുവന്ന ആർമേച്ചർ കോയിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്ലക്സ് കൂടി വരിക. ഫ്ലക്സ് കൂടുമ്പോൾ അവിടെ എന്ത് കൂടും? ഇൻഡ്യൂസ്ഡ് EMF വരും. ഇൻഡ്യൂസ്ഡ് EMF വരുമ്പോൾ കറന്റ് കൂടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ എന്ത് വെച്ചിരിക്കുന്നത്? ഈ ആർമേച്ചർ വെച്ചിരിക്കുന്നത്. ഇനി സ്ലിപ്പ് റിങ്സ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തെന്നിപ്പോവുക, അത്രേ ഉള്ളൂ. സ്ലിപ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ തെന്നാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എവിടെ? ബ്രഷിൽ തെന്നാൻ വേണ്ടി വെച്ചിരിക്കുക. ഇത് രണ്ടെണ്ണമുള്ള സ്ലിപ്പ് റിങ്സ് S1 ഉം S2 ഉണ്ട്. ബ്രഷ് B1 ഉം B2 ഉണ്ട്. ഓക്കെ, അപ്പൊ പാർട്സ് കിട്ടി, ഫിഗർ കിട്ടി. AC ജനറേറ്റർ എന്താണെന്ന് മനസ്സിലായി, ഫിഗർ മനസ്സിലായി, പാർട്സ് കിട്ടി. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് കണ്ട, ഈ ഒരു ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് ഒരു ആർമേച്ചർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സിന് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവില്ലേ? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി. ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇൻഡ്യൂസ്ഡ് EMF വന്നു. ഇൻഡ്യൂസ്ഡ് EMF വന്ന അവിടെ എന്ത് സംഭവിച്ചു? കറന്റ് വന്നു. അതല്ലേ നമുക്ക് വേണ്ടത്? AC ജനറേറ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, കിട്ടിയ ഫീൽഡിലൊരു ഇത് നമ്മൾ എന്തായിട്ട് ഒരു കോയിലായിട്ട് കാണുക. ഈ ആർമേച്ചർ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഫീൽഡിലേക്ക്, ഇത് ഫീൽഡ് ആണെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലക്സ് ലൈൻസ് കൂടും. കൂടിക്കഴിയുമ്പോൾ അവിടെ എന്തായി? ഫ്ലക്സ് ലൈൻസ് കൂടി. പിന്നെ തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ഫ്ലക്സ് ലൈൻസ് കുറയും. അപ്പൊ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വന്നു. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരുമ്പോൾ EMF വരും, കറന്റ് വരും. അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് കറന്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന ഒരു കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ EMF വരും, കറന്റ് വരും. അത്ര ഓർത്താൽ മതി. EMF ഈസ് ഈക്വൽ ടു -d∅/dt. ഇനി നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഫ്ലക്സ് ചേഞ്ച് വന്ന് കറന്റ് ഉണ്ടായി. ഇനി എങ്ങനെയാണ് ഈ കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു റൂള് പഠിച്ചു. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് പഠിച്ചു അല്ലെ? ഇപ്പൊ ഈ ബുക്കാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ മനസ്സിലാവും, എനിക്കറിയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുവാന്ന് വിചാരിക്കും. റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കണം. ബാക്കിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇതിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഫോഴ്സ് വരുന്നത് പൊക്കത്തു നിന്നാണ്. നേരെ പൊക്കത്തു നിന്നാണ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫോഴ്സ് ഇവിടെ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ ഫോഴ്സ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് പൊക്കത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഫോഴ്സ് ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ഇനി ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാ പോകുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഓക്കെ, ബാക്കിയുള്ളത് എന്താണ്? ഇൻഡ്യൂസ്ഡ് കറന്റ്. കറന്റ് അപ്പൊ എങ്ങോട്ടാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ കറന്റ് ഉള്ളിലോട്ടാണ് നിൽക്കുന്നത്. ഉള്ളിലോട്ടെന്ന് പറയുമ്പോൾ നോക്കിക്കേ, A to B. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യണം. അപ്പൊ ഈ കറന്റ് ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് പോണേ. അപ്പൊ കറന്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കിട്ടിയല്ല? ഫ്ലക്സ് ചേഞ്ച് വന്ന് കറന്റ് അവിടെ ജനറേറ്റ് ചെയ്തതിന് കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ കൂടി ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് സ്ലിപ്പ് റിങ്സും ബ്രഷും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് എന്തിനാ വെച്ചത്? നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് തമ്മിൽ കൂട്ടി അവിടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ലിപ്പായി പോകാനുള്ള സാധ്യത നമ്മളിവിടെ റിങ്സ് വെച്ചിട്ടുണ്ട്. ഈ റിങ്സ് വെച്ചേക്കുമ്പോഴത്തേക്കും ശരി, ഈ റിങ്സ് S1 ഉം S2 ഉം തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നും ഇല്ല. ഈ ടർബൈൻ അല്ല, ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ആരും റൊട്ടേറ്റ് ചെയ്യും? ഈ സ്ലിപ്പ് റിങ്സ് S1 ഉം S2 ഉം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പക്ഷേ ബ്രഷ് എന്ത് ചെയ്യും? ബ്രഷ് അനങ്ങില്ല, ബ്രഷ് റൊട്ടേറ്റ് ചെയ്യില്ല. സ്ലിപ്പ് റിങ്സ് ആരുടെ ഒപ്പം റൊട്ടേറ്റ് ചെയ്യും? കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ സ്ലിപ്പ് റിങ്സ് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ബ്രഷ് രണ്ടും അങ്ങനെ തന്നെ ഇരിക്കും, അനങ്ങാതെ തന്നെ ഇരിക്കും. ഇത് തമ്മിൽ കോണ്ടാക്ട് ഇല്ല. അപ്പൊ നമുക്ക് കറന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി ഈ കറന്റിന്റെ ഡയറക്ഷൻ കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ നിന്ന് നേരെ പോകുന്നത് S2ലേക്കാണ് പോകുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ S1 ഇതിങ്ങനെ മുട്ടിയാണ് ഇരിക്കുന്നതെങ്കിലും ഇത് തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇത് നേരെ ഈ ഒരു
ഈ ഒരു കണക്ഷൻ നേരെ പോകുന്നത് S2ലേക്ക് പോകുന്നു, S2ൽ നിന്ന് B2ലേക്ക് പോകുന്നു, B2ൽ നിന്ന് നേരെ B1ലേക്ക് പോകുന്നു. അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഈ ഡയറക്ഷൻ പൊങ്ങി നിൽക്കണമെങ്കിൽ ഓക്കെ, എ ബി എന്ന് പറയുന്ന ഈ ഡയറക്ഷൻ പൊങ്ങി നിൽക്കുമ്പോഴാണ് കറന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് തിരിച്ചെത്തുന്നു. അപ്പൊ എ ബി അപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കറന്റ് വരുന്നത് B2ൽ നിന്ന് B2, ഫസ്റ്റ് S2ൽ നിന്ന് B2ൽ നിന്ന് B1ലേക്കാണ് പോകുന്നത്. ഇനി നേരെ തിരിച്ച് ഇതിപ്പോ എ ബി അപ്പാണ്, ഇങ്ങനെ നിൽക്കുമ്പോൾ എ ബി അപ്പാണ്, ഇത് നേരെ തിരിഞ്ഞ് കഴിയുമ്പോൾ എ ബി നേരെ ഡൗൺ ആയില്ലേ, എ ബി താഴേക്ക് വന്നു, ഡി സി നേരെ ഇരുന്നു. അപ്പൊ എ ബി ഡൗൺ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും കറന്റ് വന്ന നേരെ തിരിച്ചായിരിക്കും ഫസ്റ്റ് B1, അതായത് ഈ ഡയറക്ഷനിൽ വരും. ഇപ്പൊ DC ഇവിടെ നോക്കിക്കേ, എ ബി ആണ്, എ ബി എന്ന് പറയുന്നത് ഈ ബുക്കിന്റെ എ ബി ആണ് നേരെ നിൽക്കുന്നത് കൊണ്ട് കറന്റ് വരുന്ന ഡയറക്ഷൻ ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങനെ വന്ന് B2 B1. ഇനി നേരെ DC ആണ് നേരെ പൊങ്ങി നിൽക്കുന്നതെങ്കിൽ നേരെ തിരിച്ചു വരും B1 to B2, അതായത് S2 to S1, S1 to S2. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണം. ഇത്രയും ജസ്റ്റ് നോക്കിയാൽ മതി. ആ കോയിൽ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. കറന്റ് എങ്ങനെ വരുന്നതെന്നാണ് ഞാൻ ആ ഒരു ഡയറക്ഷൻ വെച്ച് പറഞ്ഞത്. ഏതെങ്കിലും ഡയറക്ഷൻ ഒന്ന് നോക്കി വെച്ചിട്ട് അതേ രീതിയിൽ വരച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് വരുന്നു എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരുള്ളൂ. കാരണം ഫസ്റ്റ് എ ബി പൊങ്ങി നിൽക്കുമ്പോഴത്തേക്കും B2 B1, പിന്നെ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. എത്രത്തോളം എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ഡെലിറ്റഡ് ആയതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ AC ജനറേറ്റർ കിട്ടിയാ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. AC നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട AC ജനറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾ എഴുതുക. അതിന് മെറ്റീരിയലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു, EMF ഉണ്ടാവുന്നു, ഓക്കെ, കറന്റ് ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? AC ജനറേറ്റർ എങ്ങനെയാ വരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ കറന്റ് അവിടെ ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ ആണ് E = -dϕ/dt. ഓക്കെ, ഇത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കട്ടെ. ഒരു കോയിൽ ഇരുന്ന് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫീൽഡ് ലൈൻസ് ഉണ്ട്. എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് ജസ്റ്റ് ഒരു ഇമാജിനേഷൻ വേണം. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കുറെ ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അതിന്റെ നടുക്ക് ഒരു കോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണേ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ടായി? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പോഴാണ് ഇൻഡ്യൂസ്ഡ് കറന്റും EMF ഒക്കെ വരുന്നത്. ഓക്കെ, E = -dϕ/dt. ഇനി നമുക്ക് d/dt ഓഫ് ഫൈയുടെ വാല്യൂ എന്താ? ഫൈ = v.a അഥവാ BA cos θ. ഓക്കെ, ഇനി BA cos θ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നോക്കിക്കേ, ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. B എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ വെക്റ്റർ. ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കില്ലേ? ഓക്കെ, അപ്പൊ ഫീൽഡിന്റെ ഡയറക്ഷൻ, ഫീൽഡ് നോർത്ത് ടു സൗത്ത് ഇങ്ങനെ പോകുന്നു, ഏരിയ വെക്റ്റർ ഇങ്ങനെ ആവും. ഓക്കെ, അപ്പൊ ആംഗിൾ എത്ര വരും? ഏരിയ വെക്റ്റർ, അതായത് ഈ കോയിലിന്റെ ഏരിയ വെക്റ്റർ ഇങ്ങോട്ടും ഫീൽഡ് ലൈൻസ് അങ്ങോട്ടും. അപ്പൊ ആംഗിൾ എത്രയാണ്? 90 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആകും. അവിടെ ഫ്ലക്സ് ഉണ്ടാവും, 0 ആകും. ഫൈയുടെ വാല്യൂ എന്തായി പോകും? 0 ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിൽ നോക്കിക്കേ, ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഫ്ലക്സിന്റെ, അതായത് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെ ആയിരിക്കും? സെയിം ഡയറക്ഷൻ. അപ്പൊ ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്താവും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് θ = 0 കൺസിഡർ ചെയ്യാം. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നല്ല. എന്ത് വന്നാലും തീറ്റയുടെ വാല്യൂ ഒരിക്കലും എന്ത് വരില്ല? 90 വരില്ല. 90 വന്നാൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഞാൻ E = -d/dt ഓഫ് തീറ്റക്ക് ω/t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. θ = ω/t എഴുതിയെടുക്കണമെന്നില്ല, നോട്ടിലുള്ളതാണ്. ഞാൻ ജസ്റ്റ് പറയുന്നത്. ഫിഗർ വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വരക്കാൻ പറ്റുമെങ്കിൽ വെച്ചു. θ = ω/t. NBA cos ω/t. എന്താണ്? എന്നവിടെ വന്നത്? നമ്പർ ഓഫ് ടേൺസ്. NBA cos ω/t. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ω/t റൊട്ടേഷൻ അല്ലേ? ആംഗുലർ ഫ്രീക്വൻസി. ω/t θ = ω/t. ഓക്കെ,
കോസ് ഒമേഗയുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് Minus ഒമേഗ sin ടി ഇൻടു ഒമേഗ. ഇൻറ്റു ഒമേഗ. It's a plus ആ. ആ പ്ലസ് ആവും. ഞാൻ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ വേണ്ടി. Integration തുടങ്ങി ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് 6.1 കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ല. ഇവിടെ നിന്ന് 90, 180, 270, 360. ഓക്കെ, റൊട്ടേഷൻ 90, തീറ്റ ഈക്വൽ ടു 90, തീറ്റ ഈക്വൽ ടു 180, തീറ്റ ഈക്വൽ ടു 270, തീറ്റ ഈക്വൽ ടു 360. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ എഴുതി വെച്ചിട്ട് എഴുതണമെങ്കിൽ എഴുതിയെടുത്തു. മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ആണെങ്കിൽ എഴുതിയെടുത്തു. ഏതാണ്? ആ, E0 equal to NBA ഒമേഗ എന്ന് പറഞ്ഞോളൂ. ട്രാൻസ്ഫോമർ നോക്കിയിട്ട് എടുക്കാം. നോട്ട് എന്ത്